ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയെ ശുദ്ധ പദാർത്ഥം, ഏകാത്മകം, ഭിന്നാത്മകം എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. പ്യുവർ സബ്സ്റ്റൻസ്, ഹോമോജീനസ്, ഹെട്രോജീനസ്. അപ്പൊ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിക്കൽ നേച്ചർ കാണിക്കുന്ന ഒരേ സ്വഭാവമുള്ള കണികൾ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങൾ അല്ലെ. ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉപ്പിൽ എവിടെ ടേസ്റ്റ് ചെയ്താലും ഉപ്പ് പോലെ ഇരിക്കും. അതുപോലെ കാണാൻ എല്ലാവരുടെയും ഒരേപോലെയാണെങ്കിൽ അതാണ് ഐഡന്റിക്കൽ നേച്ചർ എന്ന് പറയാം. അതാണ് ശുദ്ധ പദാർത്ഥത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മിക്സ്ചർ ആണ്, അല്ലെങ്കിൽ മിശ്രിതങ്ങളാണ്. എവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴും പല പല ടേസ്റ്റുകൾ. ഇപ്പൊ പിസ്സ നമ്മൾ എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ ഇവിടെ ചീസ് ആണെങ്കിൽ ഇവിടെ വെജിറ്റബിൾസ്, ഇവിടെ ബണ്ണാണ്. പലയിടത്തും പല പല ടേസ്റ്റ്, പല പല സാധനങ്ങൾ മെറ്റീരിയൽസ് കൊണ്ട് മിക്സ് ചെയ്ത സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, മിക്സ്ചർ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളുകൾ മിസ്സൈഡ് വെച്ചിട്ടുണ്ട്. പ്യുവർ സബ്സ്റ്റൻസിന് ശുദ്ധ പദാർത്ഥം വാട്ടർ, മിക്സ്ചേഴ്സിന് ഷുഗർ സൊല്യൂഷൻ ഉണ്ട്, സോൾട്ട് സൊല്യൂഷൻ ഉണ്ട്. അത് വരുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ് ഏകാത്മകം. എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഒരേപോലെ ഇരിക്കുന്നതാണ് ഏകാത്മകം എന്ന് പറയുന്നത്. ഭിന്നാത്മകം ഹെട്രോജീനിയസ് എന്ന് പറയുന്ന സമയത്ത് ചോക്കും വെള്ളവും കലർന്ന് നോക്കുന്ന സമയത്ത് ചിലയിടത്ത് ചോക്ക് വെറുതെ കിടക്കുന്നുണ്ടാവും, ചിലയിടത്ത് വെള്ളം മാത്രമായിരിക്കും. അങ്ങനെ പല പല രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതാണ് ഹെട്രോജീനിയസ്, ഭിന്നാത്മകം എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ പഠിച്ചു വെക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ, അവയവം ഏതാ, ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് നമുക്കറിയാം ഇത് കിഡ്നി ആണ് അല്ലെ. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളെയാണ് നമ്മൾ കിഡ്നി എന്ന് പറയാം. നമ്മുടെ ബോഡിയിലെ വേസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് വേസ്റ്റ് ഫ്രം അവർ ബ്ലഡ് എന്ന് പറയുന്നതാണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. കൃത്രിമമായിട്ടുള്ള രീതിയിൽ അരിക്കൽ പ്രക്രിയ നടത്തുന്നതിനെ ഡയാലിസിസ് എന്ന് പറയുന്നു. സോ സച്ച് പേഷ്യൻസ് ആർ അസിസ്റ്റഡ് ത്രൂ ദ ആർട്ടിഫിഷ്യൽ ഫിൽറ്ററിംഗ് പ്രോസസ് ഈസ് കോൾഡ് ഡയാലിസിസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.